പുതിയ റാങ്ക് പട്ടിക തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് മുന്നിലുള്ളത്. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കീം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കേരള സിലബസിൽ പഠിച്ചവർക്ക് ഉയർന്ന റാങ്കുകൾ നഷ്ടമായി. ആദ്യ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ പഠിച്ചവർ. 79 പേർ CBSE സ്ട്രീമിൽ പഠിച്ചവരാണ്. നേരത്തെ ആദ്യ 100 റാങ്കിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു. 5ാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്കാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 1ാം റാങ്ക്. VV അരുണാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മവീര്യം, പോരാട്ട വീര്യമൊക്കെ ഒരുപാട് അങ്ങ് ചോർത്തിക്കളയുന്ന നടപടിയായി പോയി എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. കാരണം 1ാം റാങ്കുകാരൻ 7ാം റാങ്കിലേക്ക് തള്ളപ്പെടുന്നു, 8ാം റാങ്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി 150ാം റാങ്കിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതിനോടകം തന്നെ ആദ്യ പട്ടിക കണ്ടതിന് ശേഷം മനസ്സിൽ സ്വപ്നം കണ്ട് പദ്ധതിയിട്ട് വെച്ചിരുന്ന ചിലപ്പോൾ കോളേജ് കിട്ടാൻ സാധ്യതയില്ല, ഓപ്ഷൻ കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. എന്തായാലും സർക്കാർ ഇനി അപ്പീലിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? ഇനി നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നിയമപോരാട്ടങ്ങൾക്കുള്ള സാധ്യത വിരളമാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ അവസരങ്ങളാണ്. പ്രത്യേകിച്ചും ഈ റാങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വലിയ രീതിയിലുള്ള മാറ്റം റാങ്കിൽ ഉണ്ടായിരുന്നു. 1ാം റാങ്കുകാരൻ താഴോട്ട് പോയി 5ാം റാങ്കിലേക്ക് താഴെ റാങ്കിലേക്ക് പോയി. പുതിയ പട്ടികയിൽ 7ാമതായി മാറിയിരിക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജോൺ ഷിനോജ് എന്ന 1ാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പുതിയ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് പോയത്. 2ാം സ്ഥാനം ഉണ്ടായിരുന്ന ഹരികൃഷ്ണൻ എന്തുകൊണ്ട് രണ്ട് പട്ടികയിലും സ്ഥാനത്ത് മാറാതെ ഹരികൃഷ്ണന് സന്തോഷിക്കാം. എന്നാൽ മറ്റു റാങ്കുകാരൊക്കെ 3ാം റാങ്കുകാരൻ അക്ഷയ് ബിജു പുതിയ പട്ടിക എത്തുമ്പോൾ 8ാം സ്ഥാനത്തേക്ക് പോകുന്നു. 4ാം സ്ഥാനക്കാരൻ അതേ സ്ഥാനം നിലനിർത്തുന്നു. 5ാം സ്ഥാനത്തായിരുന്ന ജോഷുവ ജേക്കബ് തോമസ് പുതിയ റാങ്ക് പട്ടികയിൽ 1ാമതെത്തുന്നു. അങ്ങനെ ഈ ആദ്യ റാങ്കുകാരിൽ തന്നെ ഫലം മാറി മറിയുന്നു. സ്വാഭാവികമായി താഴെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ പുറന്തള്ളപ്പെട്ടു, പുതിയ ആളുകൾ കടന്നു വന്നു. കേരള സിലബസുകാർ പൊതുവിൽ താഴേക്ക് പോവുകയും ചെയ്തു, അവർക്ക് അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. അത് ഒഴിവാക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഉദ്ദേശ്യം നല്ലതായിരുന്നു. പക്ഷേ സമയം വളരെ വൈകിപ്പോയി. വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു ജോലി ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് മാറ്റിവെച്ച സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ് ഈ ഒരു അനിശ്ചിതത്വം ഈ കീം റാങ്ക് പട്ടികയിൽ ഉണ്ടാക്കിയത്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് അത് വലിയ നഷ്ടമാണ്. അവരുടെ ആദ്യം സൂചിപ്പിച്ചതിന് വളരെ കൃത്യമാണ്. അതായത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാണ്. പലരും ഈ ഓരോ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞ ആളുകളുണ്ട്. സ്വാഭാവികമായ റാങ്ക് പട്ടികയിൽ ആദ്യം വരുമ്പോൾ വലിയ ആഘോഷങ്ങൾ സ്വാഭാവികമാണ്. കുടുംബത്തിൽ അവർ പഠിച്ച സ്ഥാപനങ്ങളിലുമൊക്കെ അത്തരം ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ പലരും നിരാശപ്പെടേണ്ടി വന്നു. അവർ ആഗ്രഹിച്ച കോളേജുകളിലേക്ക് ആദ്യ റാങ്കുകാർക്കൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ താഴോട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അത്തരം പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കുന്ന നടപടി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. സർക്കാർ ഉദ്ദേശശുദ്ധിയൊക്കെ ഇപ്പോൾ നല്ലതെന്ന് പറയുമ്പോഴും വലിയൊരു ഗുരുതരമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാവുകയും കോടതി സ്വാഭാവികമായും ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗം മാത്രമാണ് കേട്ടെന്ന് വേണമെങ്കിൽ വാദിക്കാം. അതായത് ഈ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ താഴോട്ട് പോകുന്നത് ശരിയാണെന്ന ചോദ്യം ഉയരാം. അവർ കോടതിയെ സമീപിച്ചാൽ വീണ്ടും മറ്റൊരു വിധി ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെ ആരും സമീപിക്കാനിടയില്ല. കാരണം ഈ പ്രവേശന നടപടികൾ അടുത്ത മാസം 14-ന് മുമ്പ് പൂർത്തിയാക്കണം. വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടമാകാതിരിക്കാൻ എത്രയും വേഗം ഈ പ്രവേശനത്തിൻ്റെ ഭാഗമാവുക എന്ന് മാത്രമാണ് പോംവഴി. സർക്കാരിൻ്റെ നല്ല ഉദ്ദേശം പക്ഷേ വിപരീത ഫലം ചെയ്തു. വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലായി, രക്ഷിതാക്കൾ വലിയ ആശങ്കയിലായി. ഏതായാലും ഇന്നലെ സർക്കാർ ഒരു കാര്യം നല്ലത് ചെയ്തത് വീണ്ടും ഒരു നിയമപോരാട്ടത്തിന് പോയി സമയം നഷ്ടപ്പെടുത്താതെ, വിദ്യാർത്ഥി അവസ്ഥ നഷ്ടപ്പെടുത്താതെ ആ കോടതി വിധി അംഗീകരിക്കാനുള്ളൊരു മനസ്സ് സർക്കാർ കാണിച്ചത് ഒരു പക്ഷേ ഒരു തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ മെല്ലെപ്പോക്കും സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടും തന്നെയാണ് ഇത്തരം ഒരു അനിശ്ചിതത്വത്തിന് വഴിവെച്ചതെന്ന് വ്യക്തമാണ്. അടുത്ത തവണ സ്വാഭാവികമായും സർക്കാരിന് ഒരു വർഷം സമയമുണ്ട്. വേണമെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. പ്രോസ്പെക്ടസിലൊക്കെ അത് ഉൾപ്പെടുത്താനുള്ള അവസരമുണ്ട്. പക്ഷേ ഇത്തവണ സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് വലിയ പിടിപ്പുകേട് തന്നെ പറയേണ്ടി വരും. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ നല്ല ഉദ്ദേശമായിരുന്നു സർക്കാർ ഇത്തരത്തിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ അത് നടപ്പാക്കിയ രീതി പാളിപ്പോയി. കോടതി പ്രതിക്കൂട്ടിൽ നിർത്തിയത് സർക്കാരിനെയാണ്. ആ ഒരു സാഹചര്യം പ്രതിപക്ഷമടക്കം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇതിലൊരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി എടുത്തുകൊണ്ട് വന്ന് പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാഹചര്യം അത് ഒരുങ്ങുന്നുണ്ടോ സംസ്ഥാനത്ത്?
പ്രതിപക്ഷം സ്വാഭാവിക വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ പിടിപ്പുകേടിനെ തന്നെയാണ് പ്രതിപക്ഷവും ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം വളരെ നേരത്തെ ഇത് ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട പരിഷ്കരണ കമ്മിറ്റി സർക്കാർ നിർദ്ദേശം കൊടുത്തതാണ്. ഇത്തരമൊരു മാറ്റമുണ്ടാകാം, പക്ഷേ വളരെ വേഗത്തിൽ മാറ്റേണ്ടി വന്നാൽ അത് എളുപ്പമല്ല, ഗുണം ചെയ്യില്ല എന്ന നിർദ്ദേശവും അവർ നൽകിയത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് അവസാനവട്ടം ഈ അവസാന മണിക്കൂറുകളിൽ സർക്കാർ ഒരു നീക്കവുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ലഭിച്ചത്. പ്രതിപക്ഷം സ്വാഭാവിക വിമർശനം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ പേരിൽ സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ആ പ്രശ്നം അവിടെ ഈ തൽക്കാലത്തേക്കും അവസാനിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ പട്ടിക അനുസരിച്ച് അവരുടെ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇക്കാര്യം പോകുമെന്ന് ഉറപ്പില്ല. പക്ഷേ പൊതുവിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പിടിപ്പുകേടുകൾ ചോദ്യം ചെയ്യപ്പെടും. അത് പ്രതിപക്ഷം ഇതിനകം ഉയർത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇനി ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടപ്പാക്കുക, ഓഗസ്റ്റ് 14-നകം തന്നെ പ്രവേശന പ്രക്രിയകൾ പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ രാത്രിയോടുകൂടി പുതുക്കിയ റാങ്ക് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്.